ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഇറാൻ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു പണി വരുന്നുണ്ട് ട്രേഡേഴ്സിനും നമ്മുടെ രാജ്യത്തിനും. ഇപ്പോൾ ഈ റഷ്യയുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങൾക്ക് 100% ടാരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയും പെടും എന്നുള്ളൊരു ന്യൂസ് ഏകദേശം ആയിട്ടുണ്ട്. സോ അതിൻ്റെ ചർച്ചകളും അതിൻ്റെ ബഹളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് മാർക്കറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കും. സോ നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് ടെക്നിക്കൽസിൽ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ 31 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. S&P നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നെഗറ്റീവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവേ നെഗറ്റീവ് ക്ലോസിങ്ങിലായിരുന്നു. DAX മാത്രം ലേശം പിടിച്ചു നിന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ പോകുമ്പോഴത്തേക്കും ഏഷ്യൻ മാർക്കറ്റ്സിൽ കോസ്പി ഇന്ന് 2% അപ്പാണ്. അതിൻ്റെ തായ്വാൻ വെയ്റ്റഡ് 176 പോയിന്റ്സ് ഡൗൺ സൈഡാണ്, അല്ല അപ് സൈഡിൽ നിൽക്കുകയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 17 പോയിന്റ്സ് അപ് സൈഡിലാണ്. അതായത് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് വലിയ മൊമെൻറ്റം ഇല്ലാത്ത ഒരു മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയം 7-8 ആയിട്ടുള്ളൂ. ഇതിന് ശേഷം എന്ത് മാറ്റം വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ നിക്കി നോക്കുകയാണെങ്കിൽ 19 പോയിന്റ് അപ് സൈഡാണ്. സ്ട്രേറ്റ് ടൈംസ് 10 പോയിന്റ് അപ് സൈഡാണ്. ഹാങ്സങ് 183 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സോ ഏഷ്യൻ മാർക്കറ്റ്സ് പൊതുവെ ന്യൂട്രൽ സെന്റിമെന്റ്സ് ആണ് കാണിക്കുന്നത്. ഇത് 7-8 എന്നുള്ള ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. ആ സമയത്ത് മാർക്കറ്റ് കണ്ടീഷനാണ് ഞാനീ പറയുന്നത്. ഇതിൽ നിന്ന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ മാറ്റം വരാം. ഓക്കെ, അപ്പം നിഫ്റ്റി ചാർട്ട് നോക്കാം. അപ്പം ഇന്നലെ നമ്മുടെ വ്യൂ പറഞ്ഞിരുന്നു, ഈ ഒരു സോണിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ പോവുകയാണെങ്കിൽ മാത്രം 15 മിനിറ്റ് ചാർട്ടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു മൂവ്മെൻറ്റിൻ്റെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇന്നലെ ഡ്രൈ വോളിയം ആയിരുന്നു മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾ FIA DIA സെല്ലിങ്ങിൻ്റെ ഇത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ വളരെ മൈന്യൂട്ട് ലെവലിൽ മാത്രമേ ഇന്നലെ ആക്റ്റീവ് ആയിരുന്നുള്ളൂ എന്ന് FIA DIA ഡേറ്റാസ് നോക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 50 കോടിയോ 60 കോടിയോ അത്രയൊക്കെ ബൈയിങ്ങും സെല്ലിംഗ് ഒക്കെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഡ്രൈ വോളിയം ഉള്ളതിൻ്റെ കാര്യം അതാണ്. നിഫ്റ്റിയിലും അത് തന്നെയാണ് പ്രതിഫലിക്കേണ്ടത്. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഒരു ബേസ് ഏരിയയിലാണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി തന്നെ ഇന്നലെ ഞാൻ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. മേ ബി മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് റീറ്റെയിലേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് അപ്പ് സൈഡ് പോകാനുള്ള പോസിബിലിറ്റി പറഞ്ഞിരുന്നു. അതിൻ്റെ വേറൊരു പോസിബിലിറ്റി പറഞ്ഞിരുന്നത് ഒന്ന് മേളിൽ പോയ ശേഷം ഒന്ന് അപ്പ് സൈഡ് പോയി അവിടെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് താഴെ വരാനുള്ള പോസിബിലിറ്റിയും പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കാം. അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഇങ്ങനെ ഡൗൺ സൈഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ഈ ഒരു ഏരിയ മാർക്കറ്റിൻ്റെ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏതാണ്? 24,335. ഈ ഒരു സോണിലെ മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. 24,335. അവ എങ്ങനെയെങ്കിലും ഈ ഏരിയയിൽ നിന്നോട്ട് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റിന് ഒരു പുഷ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള സോൺ 24,300 to 335 റേഞ്ചാണ്. ഇവിടുത്തെ മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ പ്രതീക്ഷിക്കാം. ബാക്കി ലെവൽസ് എല്ലാം നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യുകയാണ്. നിഫ്റ്റിയുടെ രാവിലത്തെ പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളിത് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്ഡേറ്റ് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് റിസൾട്ടുകൾ വരുന്ന കമ്പനികളുടെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണ് ഇന്ന് റിസൾട്ട് വരുന്നത്? ടാറ്റ മോട്ടോഴ്സ്, ഗ്രാസിം, അപ്പോളോ ഹോസ്പിറ്റൽസ്, ലെൻസ്കാർഡ്, HAL, ആദിത്യ ഇൻഫോടെക്, ഈറ്റ് പാരി, GMR എയർപോർട്ട്സ്, ഇൻഡിക്യൂബ്, IRCTC, ജ്യോതി ലാബ്സ്, നാഷണൽ ഫെർട്ടിലൈസേഴ്സ്, പെട്രോനെറ്റ്, SKF, സൺ TV, ടിറ്റിക റെയിൽ സിസ്റ്റം, VIP, VA ടെക്, വബാഗ്, ഇങ്ങനത്തെ കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ടെന്നുള്ളത് എല്ലാവരും ഓർമ്മയിൽ വച്ചേക്കുക. ഓക്കെ, ഇപ്പം ബാറ്റ ഇന്ത്യയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് 23%, റവന്യൂ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ബോർഡ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 25 രൂപയാണ് പെർ ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഞാൻ ബാറ്റ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാറ്റ ഇന്ത്യ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് മാർക്കറ്റിനെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. സ്റ്റോപ്പ് ലോസ് അടിക്കണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കട്ടെ, ആ രീതിയിലാണ് ഞാൻ ബാറ്റ ഇന്ത്യനൊക്കെ വിട്ടേക്കുന്നത്. മൊമെൻറ്റത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. കണ്ടോ, ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് എടുത്തത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നെന്തായാലും പോസിറ്റീവ് റിസൾട്ട് കൂടെ വന്ന ശേഷം ഞാൻ ഇത്തിരി ബെയറിഷ് അല്ല, സെൻറ്റിമെൻറ്റ്സ് ബെയറിഷ് അല്ല, ബാറ്റ ഇന്ത്യ ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ ഞാനത് റിവീൽ ചെയ്യുകയാണ്. ബാറ്റ ഇന്ത്യൻ്റെ ഹോൾഡിങ്ങിലുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 25 രൂപ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പിന്നെ മണപ്പുറം ഫിനാൻസിന്റെ പ്രോഫിറ്റ് 4 മടങ്ങാണ് വർദ്ധിച്ചത്. 138 കോടിയിൽ നിന്നും 554 കോടി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിട്ടുണ്ട്. മണപ്പുറം ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്, എൻ്റെ പ്രീമിയം ഗ്രൂപ്പിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇടുന്നതായിരിക്കും. മണപ്പുറം ഞാൻ ഉണ്ട്, ഓൾറെഡി ഞാൻ എല്ലാം മാർക്ക് ചെയ്ത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് മണപ്പുറവും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൺട്രോൾഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ കൺട്രോൾഡ് ക്വാണ്ടിറ്റി. TBZ പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് റവന്യൂ സോർ ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതെല്ലാം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ടൈമും ഡേറ്റും അടക്കം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഉണ്ടോ, ഇതെല്ലാം മാർക്ക്ഡാണ്, ലെവൽസ് എല്ലാം മാർക്ക്ഡാണ്, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 50% മടങ്ങാണ് ഉണ്ടായിട്ടുള്ളത്. PA ഇൻഡസ്ട്രീസിന്റെ പ്രോഫിറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്, റവന്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലിൻഡെ ഇന്ത്യ പ്രോഫിറ്റ് സ്ലിപ്പായി റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ലാൻഡ്മാർക്ക് കാർ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നലെ ഞാൻ സെല്ല് ചെയ്തു. കാര്യം ഞാൻ കുറച്ച് കാലമായിട്ട് ലോക്ക് ചെയ്തുകൊണ്ട് ഞാൻ പ്രോഫിറ്റ് സൂംസ് 110% 6.9 കോടിയിൽ നിന്ന് 14 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ജമ്പ് ഉണ്ടായത്, റവന്യൂ ജമ്പും ഉണ്ടായിട്ടുണ്ട്. GSW ലിലക്സിന്റെ പ്രോഫിറ്റും ഫോളോ ചെയ്ത് റവന്യൂ ഫോളോ ചെയ്തു. ഇന്ന് വാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെനിക്കോ ക്ലീൻ എയർ ഇന്ത്യയിൽ ഒരു സെല്ലിംഗ് നടക്കുന്നുണ്ട്. ബ്ലോക്ക് ഡീൽ പോലെയാണ് നടക്കുന്നത്. 8% സ്റ്റേക്കാണ് സെല്ല് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സൈഡസ് ലൈഫ് സയൻസ് ഒരു മയോ ഫാമ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓപ്ഷൻ ആൻഡ് ലൈസൻസ് അഗ്രിമെന്റ് ലേക്ക് കടന്നിട്ടുണ്ട്. BEML 154 കോടിയുടെ ഒരു ഓർഡർ HALന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസുണ്ട്. ഇങ്ങനത്തെ ന്യൂസസ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചറിന് 2 ഓർഡർ കിട്ടിയിട്ടുണ്ട് 195.48 കോടിയിൽ നിന്ന്. രാജേഷ് പവർ സർവീസിന്റെ ഭാഗത്തു നിന്നാണ്. അണ്ടർഗ്രൗണ്ട് പവർ കേബിൾ ഫോർ പ്രൊജക്ട്സ് ഓഫ് പശ്ചിം ഗുജറാത്ത് വിജി കമ്പനി ലിമിറ്റഡ്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ന്യൂസസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിലെല്ലാം ഏകദേശം പോസിറ്റീവ് ന്യൂസ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തിരി ബുള്ളിഷാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പം BPCL ഇതൊക്കെ ഞാൻ ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇനി എന്താവുമെന്ന് കണ്ടറിയാം. നമ്മൾ പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കാതെ ഇത് അതിൻ്റെ വഴിക്ക് വിടുകയാണ്. ഞാൻ HDFC ബാങ്ക് ഞാൻ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അതിൻ്റെ വഴിക്ക് വിടുകയാണ്, വലിയ ടെൻഷനൊന്നും ഇല്ലാതെ. മാർക്കറ്റ് എന്താണെന്നത് ചെയ്യണം, അത് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നടക്കുന്ന പല മൂവ്മെൻറ്റ്സും ഒരു ഫ്ലക്ച്വേഷൻ മൂവ്മെൻ്റ് ആണ്. കാര്യം ഇത് ഏത് സമയം വേണമെങ്കിലും റീട്രേസ്മെൻറ്റ് നടക്കാവുന്ന മൂവ്മെൻറ്റ്സ് ആണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അതിൻ്റെ വഴിക്ക് വിടുന്നത്. ഓക്കെ, അത് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് പാനിക്കിലാക്കുന്നു, തിരിച്ചു കയറുന്നു എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ സാധാരണ ഞാൻ എല്ലാത്തിൻ്റെയും സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുമായിരുന്നു. ബട്ട് ഇതിനൊന്നിനും സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തില്ല. അതാ ലേസർ പവർ റിസൾട്ട് അധികം മോശമായിരുന്നു, ബട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിട്ടില്ല. എന്തായാലും ഈ റേഞ്ചിന് താഴെ ഞാൻ ബുക്ക് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഡീപ്പ് സ്റ്റോപ്പ് ലോസ് എല്ലാത്തിനും കൊടുത്ത് ഞാൻ കീപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രീമിയം ഗ്രൂപ്പിലും അല്ലാതെ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിട്ട കോട്ട് കണ്ടില്ലേ, കൺസിസ്റ്റൻസി വിൻസ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് വാട്ട് യു ഡു വൺസ് ഇൻ എ ലൈഫ് ദാറ്റ് മാറ്റേഴ്സ്, ഇറ്റ്സ് വാട്ട് യു ഡു എവറി ഡേ. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു തത്വം. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. അതാ ഇവിടെ ID കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്നെക്കൊണ്ട് കഴിയുന്ന റിസൾട്ടുകളും അപ്ഡേറ്റുകളും എല്ലാം നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ see you.